നിനക്ക് വേണോ വേണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെയാണോ? സ്നേഹിച്ച് കെട്ടിയ, വലിയ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ച, അല്ലയോ? നിന്നെ നോക്കുമെന്ന്, നിൻ്റെ വീടിനെ നോക്കുമെന്നൊക്കെ വിചാരിച്ച് ഭയങ്കര പ്രതീക്ഷയോടെ കല്യാണം കഴിച്ച, പക്ഷെ നിന്റെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി. എന്നോട് ദൈവം പറയുക, നിനക്കൊരു കുഞ്ഞു ഉണ്ടായിപ്പോയി. ചാവണോ ജീവിക്കണോ നിനക്കറിയത്തില്ല. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് നിനക്കറിയത്തില്ല. കർത്താവ് എന്നോട് പറയുക, ഇന്ന് രാവിലെ നിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരാൻ തുടങ്ങുക. നിനക്കൊരു വരുമാന മാർഗം ദൈവം ഉണ്ടാക്കി തരാൻ പോവാ. മക്കളെ, ദൈവം പോലും കൈവിട്ടെന്ന് പലപ്പോഴും നിനക്ക് തോന്നുന്ന ഒരു വല്ലാത്ത അവസ്ഥ നിനക്ക് ഈ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ മേലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മേലൊരു ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുന്നുണ്ട്. എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഇവിടെ മേൽ ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യം ഇറങ്ങി വരിക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇല്ലാതാക്കിയ ദുഷ്ടവ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ മാറിപ്പോകട്ടെ. ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാത്ത എല്ലാ ദുഷ്ടവ്യാപാരങ്ങളും യേശുവിന്റെ പൊട്ടട്ടെ. പൈശാചിക ശക്തികളെ അധികാരത്തോടെ പൊട്ടിമാറട്ടെ. സഭ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ കൈയടിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ കൈയടിച്ച് അന്യഭാഷ പറയാൻ പറ്റുന്ന എല്ലാവരും കൂടെ അന്യഭാഷ പറഞ്ഞ് യേശുവേ എന്ന് വിളിക്കുന്ന എല്ലാവരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഈ മോളിന്ന് രാവിലെ വിടുവിക്കപ്പെടട്ടെ. ഈ മോളിന്ന് രാവിലെ വിടുവിക്കപ്പെടട്ടെ. എല്ലാവരും വിളിച്ച ആ നാമത്തെ. ഐശ്വര്യേ, നീ രക്ഷപ്പെടും. എല്ലാവരും തള്ളിയല്ല, യേശു തള്ളിയല്ല. എൻ്റെ കുഞ്ഞിൻ്റെ പേരെന്താ? ആദിത്യൻ. നീ ഇവനെ മിടുക്കനായിട്ട് വളർത്തും. അതിന് നിനക്കൊരു ഉപജീവനത്തിൻ്റെ വഴി കിട്ടും. അതിന്ന് തുറക്കാൻ പോവാ. നിന്നെ ഇങ്ങോട്ടൊരിടത്തൊന്ന് വിളിക്കും. നീ ശരിക്കും പകച്ചു നിൽക്കുക. ഇന്ന് മുന്നോട്ട് നിനക്ക് പോകാൻ പറ്റുന്നില്ല. ചാവണമെന്ന് വിചാരിച്ചോ? ശരിക്കും നിനക്ക് ഈ കുഞ്ഞിനെ കണ്ടുകൊണ്ടാ നീ ചാവാത്ത. നീ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞ്, പൊന്നു മോനുള്ളതുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല, അല്ല ഞാൻ മരിച്ചു കളഞ്ഞനെ. യേശു എന്നോട് പറയുന്ന ഒരു വാക്കിങ്ങനാ, നീ അത്ഭുതമാവും, നീ യേശുവിൻ്റെ സാക്ഷിയാകും. ഒരു സമയം കഴിഞ്ഞിട്ട് നീ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നതാണ് ഞാൻ കാണുന്നത്. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ഉണ്ട്, നിന്നെ ഒറ്റപ്പെടുത്തിയവരുണ്ട്, നിന്നെ വിടക്കം നിന്നവരുണ്ട്. അവരുടെ എല്ലാം നടുവിൽ എൻ്റെ ദൈവം നിന്നെ മാനിക്കാൻ പോവാ. ഐശ്വര്യം, നീ ഒറ്റപ്പെട്ടു പോകത്തില്ല കേട്ടോ. നീ തകർന്നു പോകത്തില്ല. നിന്റെ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഇന്ന് രാവിലെ ദൈവത്തിനൊരു കൃത്യമായ പിക്ചർ ഉണ്ട്. നീ തകർന്നു പോകില്ലെന്നും നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമെന്നും നിന്റെ കൂടാരം ദൈവത്താൽ മാനിക്കപ്പെടുമെന്നും ഇന്ന് രാവിലെ കർത്താവ് നിന്നോട് ദൂതായിട്ട് പറയുക. ഈ രാഹുലിൻ്റെ വീട്ടുകാർക്ക് നിന്നോട് സ്നേഹമുണ്ടോ? ഇല്ല, ഇഷ്ടമില്ല. രാഹുൽ അവർ പറയുന്നത് കേൾക്കത്തുള്ളൂ. അതാ നിന്റെ പ്രശ്നം. എൻ്റെ ആദ്യത്തെ പ്രശ്നം അതാ. പോയി നിൽക്കാൻ നിനക്ക് പേടിയാ. സത്യം. എന്നോട് ദൈവം പറയുക, നിന്റെ കാര്യങ്ങൾ അവന് മനസ്സിലാകുന്നില്ലെന്നാണ് നിന്റെ പ്രശ്നം. നീ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ദൈവം പറയുക, ഈ രാവിലെ ഒരു പോംവഴി വന്ന് വീടാൻ പോവാ. ഏത് പ്രതിസന്ധിക്കും നടുവിൽ ഒരു ദൈവത്തിൻ്റെ പോംവഴി ഉണ്ട്. നീയും നിന്റെ തലമുറയും നിന്റെ തലമുറകളുമെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു തരും. ഒരു സമയം കഴിഞ്ഞിട്ട് നീ ഒരു രാജ്യം കടന്നു പോകും. ദൈവത്താൽ നീ മാനിക്കപ്പെടും. ഇന്ന് രാവിലെ കർത്താവ് എന്നോട് പറയുക, മരിക്കുന്ന കാര്യം നീ ചിന്തിക്കണ്ട, ജീവിക്കണം. യേശുവിന് വേണ്ടി ജീവിക്കുമല്ലോ.